Money Box. Be financially disciplined. Hello everyone. ഇന്ന് ലാസ്റ്റ് വീക്ക് ഓഫ് നവംബർ 2020 നമ്മൾ നിൽക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിന്റെ എക്കാലത്തെയും പീക്കിൽ ഹിസ്റ്റോറിക് ഹൈയിൽ നിൽക്കുന്നു. ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചോ? ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ആർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട്സ് ത്രൂ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പോഷർ എടുക്കാം. അതൊരു നോ ബ്രെയിനർ ആണ്. പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. റിട്ടേൺസ് അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തോളും. ഇന്ന് നമുക്ക് നോക്കാം വാട്ട് ആർ മ്യൂച്വൽ ഫണ്ട്സ്, അതിന്റെ ലീഗൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോം, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഇറ്റ് കളക്ട്സ് മണി ഫ്രം എ ലാർജ് പൂൾ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ് ആൻഡ് മാനേജ് മണി ഓൺ ദെയർ ബിഹാഫ് പ്രൊഫഷണലി. മ്യൂച്വൽ ഫണ്ട്സ് എന്നത് ഒരു സിമ്പിൾ ടേം ആണ്. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. മ്യൂച്വൽ എന്നാൽ പരസ്പരമുള്ളത് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളത്. ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ അല്ലെങ്കിൽ പൂൾ ഓഫ് മണി. ഒന്നിലധികം ഇൻവെസ്റ്റേഴ്സിന്റെ പണം പൂള് ചെയ്ത് ഒരു കോമൺ ഒബ്ജക്റ്റീവോട് കൂടി വളരെ ലോ എക്സ്പെൻസിൽ പ്രൊഫഷണൽ ആയിട്ട് മാനേജ് ചെയ്യുന്നു. അതാണ് മ്യൂച്വൽ ഫണ്ട്. ഇനി മ്യൂച്വൽ ഫണ്ട്സിന്റെ ലീഗൽ ഫോം എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട്സിന്റെ ലീഗൽ ഫോം CIS അഥവാ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. അങ്ങനെയാണ് ഇതിന് ടെക്നിക്കലി പറയുന്നത്. ഇതൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അപ്പെക്സ് അതോറിറ്റി ആയിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും SEBI അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഇനി ഒരു മ്യൂച്വൽ ഫണ്ട്സിന്റെ ലീഗൽ ആ ഒരു സ്ട്രക്ചറിൽ ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് അല്ലെങ്കിൽ പാർട്ടീസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് 5 എൻറ്റിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, സ്പോൺസർ. ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ഇനിഷ്യൽ ക്യാപിറ്റൽ സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരം കൊണ്ടുവരുന്നതും സ്പോൺസറാണ്. 2, ട്രസ്റ്റ്, അതുപോലെ തന്നെ ട്രസ്റ്റീസ്. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്പോൺസറാണ്. അതുപോലെ ട്രസ്റ്റീസിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നു. നൗ എന്താണ് ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ട്രസ്റ്റിയുടെ റോൾ? ട്രസ്റ്റ് എന്നാൽ നമ്മളെല്ലാവരും ധാരാളം കേൾക്കുന്ന ഒരു ടേം ആണ് അല്ലെ. ഒരു ട്രസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പണം അല്ലെങ്കിൽ വെൽത്ത് എങ്ങനെ എഫിഷ്യന്റ് ആയി മാനേജ് ചെയ്യപ്പെടണം, ആ ട്രസ്റ്റിലുള്ള അസറ്റ്സ് എങ്ങനെ ബെനിഫിഷ്യറീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മരണത്തിന് ശേഷമോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ലീഗൽ സ്ട്രക്ചറാണ് ട്രസ്റ്റ്. ട്രസ്റ്റി എന്നാൽ ട്രസ്റ്റ് അധികാരപ്പെടുത്തിയ അതിന്റെ അഡ്മിനിസ്ട്രേഷനും ഫുൾ ഓപ്പറേഷൻസും ഹാൻഡിൽ ചെയ്യാൻ അധികാരമുള്ള ആൾ അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആണ്. ഇനി മ്യൂച്വൽ ഫണ്ട്സിൽ ട്രസ്റ്റീസിന്റെ റോൾ എന്നാൽ ആ മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ എല്ലാ സ്കീംസും അല്ലെങ്കിൽ ഫണ്ട്സും സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരമാണോ മാനേജ് ചെയ്യപ്പെടുന്നത്, അതുപോലെ ഓരോ ഫണ്ടും സ്കീമും അതിന്റെ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പ്രകാരമാണോ മാനേജ് ചെയ്യപ്പെടുന്നത്, ആ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അതുപോലെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യുക എന്നതാണ്. പാലിക്കപ്പെടുന്നില്ല എങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാനും ട്രസ്റ്റിന് അധികാരമുണ്ട്. തേർഡ് വൺ, അസറ്റ് മാനേജ്മെന്റ് കമ്പനി അഥവാ AMC. ട്രസ്റ്റീസ് ആണ് AMCയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി. അതിന് AMCക്ക് ഫീസ് ചാർജ് ചെയ്യാവുന്നതാണ്. അതിന് ഫണ്ട് മാനേജ്മെന്റ് ഫീ എന്ന് പറയുന്നു. AMCs ആണ് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് തങ്ങളുടെ വിവിധ സ്കീമുകളിലേക്കുള്ള ഫണ്ട് മാനേജേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെ പ്രൂഡന്റ് ആയിട്ടും പ്രോആക്റ്റീവ് ആയിട്ടും തങ്ങളുടെ സ്കീംസ് എല്ലാം മാനേജ് ചെയ്യുകയും ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസ് ഡെലിവറി ചെയ്യുകയും ചെയ്യുന്നു. ഫോർത്ത് വൺ, കസ്റ്റോഡിയൻ. കസ്റ്റോഡിയൻ ആണ് AMCയുടെ ഓരോ സ്കീമിലുമുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പണവും ഹോൾഡിംഗ്സും സേഫ് കീപ്പ് ചെയ്യുന്നത്. ഫിഫ്ത് വൺ, രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ്സ് അഥവാ RTA. ഒരു ഫണ്ടിന്റെ അല്ലെങ്കിൽ സ്കീമിന്റെ ടോട്ടൽ ബാക്ക് ആൻഡ് ഓപ്പറേഷൻസ് ചെയ്യുന്നത് RTAs ആണ്. ഇൻവെസ്റ്റേഴ്സിന്റെ ലിസ്റ്റ്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, മറ്റ് റിലേറ്റഡ് സർവീസസ്, സബ്സ്ക്രിപ്ഷൻ, അതുപോലെ റിഡംഷൻ റിക്വസ്റ്റ് ഇതെല്ലാം പ്രോസസ് ചെയ്യുന്നത് RTAs ആണ്. ഇനി മ്യൂച്വൽ ഫണ്ട്സിന്റെ അല്ലെങ്കിൽ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട്സിന്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതിന്റെ ഒരു എക്കണോമീസ് ഓഫ് സ്കെയിൽ, അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ, ആക്സസ് ടു പ്രൊഫഷണൽ മാനേജ്മെന്റ്, റെഗുലേറ്ററി ആയിട്ടുള്ള ഒരു ഓവർസൈറ്റ്, ടാക്സ് ബെനിഫിറ്റ് ആൻഡ് ഫൈനലി ലിക്വിഡിറ്റി.
ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ പോലുള്ള ഒരു സാധാരണ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ കോസ്റ്റ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണ്. ഒരു മ്യൂച്വൽ ഫണ്ട് എന്നാൽ ഒരു ലാർജ് പൂൾ ഓഫ് മണിയാണ് അല്ലെ. സോ ഒബ്വിയസ്ലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സൈസ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു എക്സ്പെൻസ് റേഷ്യോയും കുറയുന്നു. മ്യൂച്വൽ ഫണ്ട്സിന്റെ പല എക്സ്പെൻസസും ഫിക്സഡ് കോസ്റ്റ് ആണ്. സേ ഒരു ഫണ്ട് മാനേജർ, അതുപോലെ തന്നെ ഒരു കോ ഫണ്ട് മാനേജർ, ഫ്യൂ അനലിസ്റ്റുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും, അതുപോലെ തന്നെ ഓപ്പറേഷൻ സൈഡിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ടീം ഉണ്ടാവും. ഏതൊരു സ്കീമിന്റെയും അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് അല്ലെങ്കിൽ പൂൾഡ് മണി അല്ലെങ്കിൽ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 100 കോടിയാണെങ്കിലും 10,000 കോടിയാണെങ്കിലും ഈ ഒരു ടീം തന്നെ മതിയാവും. അതേസമയം നമ്മളൊക്കെ ഇൻഡിവിജ്വലി ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റോ ഈ ഒരു എക്സ്പെർട്ടൈസോ എക്സ്പീരിയൻസോ ഒക്കെ ഈ ഒരു ചെറിയ എക്സ്പെൻസിൽ നമുക്ക് കിട്ടുമോ? സോ ഇതാണ് ആ ഒരു എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഡൈവേഴ്സിഫിക്കേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു ഫണ്ട് അതിൽ പൂൾ ചെയ്തിരിക്കുന്ന മണിയെല്ലാം ഒരു ഷെയറിലോ അല്ലെങ്കിൽ ഒരു ഡെറ്റ് ഫണ്ട് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റിലോ അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് ആണ് അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഓഫ് പോർട്ട്ഫോളിയോ ആണ്. സോ അങ്ങനെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഓഫ് പോർട്ട്ഫോളിയോയിൽ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? തീർച്ചയായിട്ടും റിസ്ക് മാനേജ്മെന്റ് അല്ലെ. ഏതൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെയും ഇൻവെസ്റ്റ്മെന്റ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 40-50 കമ്പനികളിലെങ്കിലും വരും. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിലെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസിന്റെ മൂവ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തല്ല മ്യൂച്വൽ ഫണ്ടിന്റെ NAVയും അല്ലെങ്കിൽ NAVയുടെ പ്രൈസും മൂവ് ചെയ്യുന്നത്. ഈ അണ്ടർലൈങ് ഇൻവെസ്റ്റ്മെന്റില് ഏതെങ്കിലും ഒരു കമ്പനിയിലോ 2 കമ്പനിയിലോ എന്തെങ്കിലും ഒരു അൺഫോർസീൻ ആയിട്ടുള്ള ഒരു ഇവന്റ്, ഒരു സെറ്റ് ബാക്ക് വന്നാൽ പോലും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടോട്ടലി വാഷ് ഔട്ട് ആയി കഴിഞ്ഞാൽ പോലും നമ്മളുടെ ആ ഒരു NAVയില് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാവുന്നില്ല. അതാണ് ഇത്രയും വലിയൊരു ബാസ്ക്കറ്റ് ഓഫ് പോർട്ട്ഫോളിയോ ആയതുകൊണ്ടാണ് നോർമലി ഏത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെയും ഏത് നല്ല സ്കീമിനും തീർച്ചയായിട്ടും ഏതൊരു നല്ല ഫണ്ട് മാനേജർക്കും ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് 5% അധികം വരില്ല. 5% തന്നെ ഒരു ഹയർ സൈഡിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന ആ ഒരു ബെനിഫിറ്റ് ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു റിസ്ക് മാനേജ് ചെയ്യുന്നു. അടുത്ത ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ആക്സസ് ടു പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് അക്കാഡമിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കും. തീർച്ചയായിട്ടും CAs, ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ CFAs ഒക്കെ ആയിരിക്കും ഫണ്ട് മാനേജേഴ്സും കോ ഫണ്ട് മാനേജേഴ്സും. ഈവൻ അതിന്റെ റിസർച്ച് അനലിസ്റ്റുകൾ പോലും തീർച്ചയായിട്ടും CFAs ആയിരിക്കും. ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജും എക്സ്പീരിയൻസും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉള്ളവരായിരിക്കും. അതിന് നമ്മൾ കൊടുക്കുന്നതോ വളരെ ചെറിയൊരു മാനേജ്മെന്റ് ഫീ മാത്രമായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഫണ്ട് മാനേജറുടെയും ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആണ് തങ്ങൾ മാനേജ് ചെയ്യുന്ന ഫണ്ടിന്റെ പെർഫോമൻസ് ഏറ്റവും ബെറ്റർ ആക്കുക, ഒരു ബെഞ്ച് മാർക്കിനേക്കാൾ ഔട്ട് പെർഫോം ചെയ്യുക. അതുപോലെ തന്നെ ഒരു പിയർ ടു പിയർ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും ഒരു ഔട്ട് പെർഫോമൻസ് എപ്പോഴും നിലനിർത്തുക എന്നുള്ളത്. പെർഫോമൻസ് മോശമായാൽ തീർച്ചയായിട്ടും ഈ ഫണ്ട് മാനേജറുടെ തന്നെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അതാണ് അവരുടെ ചലഞ്ചും നമ്മളുടെ ബെനിഫിറ്റും. ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ച് ഉണ്ട്. അതുപോലെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സും അവർ ഫോളോ ചെയ്യുന്നു. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്നാൽ റെഗുലേറ്ററി ഓവർസൈറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട്സിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതൊരു വാച്ച് ഡോഗ് ആയിട്ട് പ്രവർത്തിക്കുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ട്. മറ്റൊരു ബെനിഫിറ്റ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ടാക്സ് ബെനിഫിറ്റ് ആണ്. എല്ലാ അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്കും അവരുടെ സ്കീമിൽ ഒരെണ്ണം ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്ലാൻ ആയിരിക്കും. അതിനെ പൊതുവെ ELSS എന്ന് പറയുന്നു, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം. ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് 80C പ്രകാരം ടാക്സ് ഡിഡക്ഷന് എലിജിബിൾ ആയിട്ടുള്ള സ്കീംസ് ആണ് ELSS എന്ന് പറയുന്നത്. മറ്റൊരു ബെനിഫിറ്റ് ലിക്വിഡിറ്റി ആണ്. മ്യൂച്വൽ ഫണ്ട്സ് എന്നത് ഒരു കോൺട്രാക്ട് അല്ല, ഇൻഷുറൻസ് ഒക്കെ പോലെ. എനി ടൈം നമുക്ക് എൻട്രി ചെയ്യാം, എനി ടൈം നമുക്ക് സെല്ല് ചെയ്യാം, അത് ക്യാഷ് ആക്കുകയും ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിന്റെ സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് T+5 ആണ്. 5 ബിസിനസ് ഡേയ്സിനുള്ളിൽ നമ്മളുടെ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി SIP പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ എനി ടൈം നമുക്ക് എൻട്രി ചെയ്യാം, എനി പീരീഡ് നമുക്ക് ചൂസ് ചെയ്യാം. എന്നാൽ പോലും എനി ടൈം നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, എനി ടൈം റെഡീം ചെയ്ത് ക്യാഷ് ആക്കുകയും ചെയ്യാം. സോ ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട്സിന്റെ അല്ലെങ്കിൽ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസിന്റെ ബെനിഫിറ്റ്. സോ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്, ട്രസ്റ്റ് യുവർ ഫണ്ട് മാനേജർ ആൻഡ് ഫോക്കസ് ഓൺ യുവർ ജോബ്
അല്ലെങ്കിൽ ബിസിനസ്. ജോബ് ഓർ ബിസിനസ് ഒരു ഏണിങ്സ് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടക്കുകയുള്ളൂ. മ്യൂച്വൽ ഫണ്ട്സിൽ ഡെയിലി വാല്യുവേഷൻ നോക്കുന്നത് മീനിങ്ലെസ് ആണ്. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, ബട്ട് ഇറ്റ് വിൽ ജനറേറ്റ് റിട്ടേൺസ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ ഉണ്ടായി എന്ന് കരുതുന്നു. മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വളരെ ലാർജ് ആണ്. ഇതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു. Please like, share, and subscribe.